നമസ്കാരം. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അവസാനത്തെ വീഡിയോ ആണിത്, അഥവാ സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കണ്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലോജിസ്റ്റിക് ബിസിനസ് റൺ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ആ ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു വാഹനം വേണം. നമുക്ക് സ്വന്തമായിട്ട് മിനിമം ഒരു വാഹനമെങ്കിലും വേണം. അപ്പൊ ആ വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യണോ അഥവാ ലീസിന് എടുക്കണോ? സോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. വെഹിക്കിൾ അക്വസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ വാഹനം പർച്ചേസ് ചെയ്യുക, മറ്റൊന്ന് ലീസിന് എടുക്കുക. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുക, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നിങ്ങൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും, നമ്മുടെ തന്നെ വാഹനമാണ്. അപ്പൊ പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾ നടത്തുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, ഒരു ഹ്യൂജ് ഔട്ട്ഫ്ലോ തുടക്കത്തിൽ വരുന്നുണ്ട്. അതായത് ഹ്യൂജ് ഫൈനാൻഷ്യൽ ഔട്ട്ഫ്ലോ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളെ സ്ഥാപനത്തിൽ സംഭവിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്ന് പറഞ്ഞത്, ആ വാഹനത്തിന്റെ മൊത്തം കൺട്രോൾ നിങ്ങൾക്കാണ്, നിങ്ങൾ ആ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിമിറ്റേഷൻ ഇതിനുണ്ട്. അഥവാ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ തുടക്കത്തിൽ ചെലവ് വരും എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പൊ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. ഇനി നിങ്ങൾ ലീസിന് എടുക്കുകയാണെങ്കിൽ, ലീസിന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നും അത് റെന്റിന് എടുക്കുകയാണെങ്കിൽ വാഹനം, അതിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ആ വാഹനം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു ലീസ് റെന്റ് അടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു വലിയ എമൗണ്ട് ചെലവ് വരില്ല. കാരണം ഈ വാഹനം വാങ്ങാൻ വരുന്ന ചെലവ് നിങ്ങൾക്ക് വരില്ല. ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ വാഹനം എടുത്താൽ മതി. ഇൻഷുറൻസ് കോസ്റ്റ് നിങ്ങൾക്ക് ലാഭമാണ്. അതേപോലെ തന്നെ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സീസണൽ ആണെന്ന് വിചാരിക്കുക. അഥവാ എല്ലാ സമയത്തും നമ്മുടെ ബിസിനസ്സിൽ ഇത്ര കണ്ട് ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു വാഹനം ലീസിന് എടുക്കുന്നതാണ്. കാരണം സീസൺ ആവുന്ന സമയത്ത് ലീസിന് എടുത്താൽ മതി. മറ്റേത് അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഷുറൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സീസണിലാണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീസ് ഓപ്ഷൻ ആണ് ഏറ്റവും നല്ലത്. ഇനി ഫ്ലീറ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കൺസിഡറേഷനിലോട്ട് വരുമ്പോൾ, ഒരു വാഹനം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ മെയിൻ്റനൻസ് നോക്കണം, ഇൻഷുറൻസ് നോക്കണം, റീസെയിൽ വാല്യൂ നോക്കണം. അതുപോലെ തന്നെ ആ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഫൈനാൻസിങ് ഓപ്ഷൻസ് അഥവാ ലോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണോ, അതോ ഒറ്റയടിക്ക് മുഴുവൻ എമൗണ്ട് കൊടുക്കണോ എന്നുള്ളതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ. ഒരു രാജ്യത്തിനുള്ളിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷനും ഒരു രാജ്യത്തിന് പുറത്ത് ഒരു ഇന്റർനാഷണലി ഉള്ള ലോജിസ്റ്റിക് ഓപ്പറേഷനെയും കുറിച്ച്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ 3 കോളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആസ്പെക്ട്സ്, അത് ഡൊമസ്റ്റിക്കിൽ എങ്ങനെയാണ്, ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ എങ്ങനെയാന്നുള്ളത്. ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, ആദ്യമായിട്ട് പറയുന്നത് സ്കോപ്പ് ആണ്. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷൻ നമുക്കറിയാം, അത് നടക്കുന്നത് ഒരു രാജ്യാതിർത്തിക്കുള്ളിലാണ്. എന്നാൽ അക്രോസ് കൺട്രീസ്, പല രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലൂടെ നടക്കുന്ന ലോജിസ്റ്റിക് ഓപ്പറേഷനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പിന്നീട് വരുന്നത് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ ആ രാജ്യത്തുള്ള നാഷണൽ ലോയാണ് ബാധകമാവുന്നത്. അതായത് ഇന്ത്യയിലുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷനിലോട്ട് വരുമ്പോൾ കസ്റ്റംസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ലോസ് വരെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇന്റർനാഷണൽ വ്യാപാര കരാറുകൾ, വ്യാപാര എഗ്രിമെന്റ്സുകൾ, അവിടെ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനുമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ വളരെ സിമ്പിൾ ആണ്. കാരണം ഇൻവോയ്സും ഡെലിവറി നോട്ട്സും മതി. എന്നാൽ നമ്മൾ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡോക്യുമെന്റേഷൻ നടത്തുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. എങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിൽ ഓഫ് ലാഡിങ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അതാണ് ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കുറഞ്ഞ, ലോവർ കോസ്റ്റിൽ നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഇന്റർനാഷണൽ
ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹയർ കോസ്റ്റ് ഉണ്ട് ഡ്യൂ ടു ഡ്യൂട്ടീസ്, ഇൻഷുറൻസ്, ഇന്റർനാഷണൽ ഷിപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് ഹയർ ഡ്യൂട്ടീസ്. നമുക്ക് താരിഫ് ഒക്കെ അറിയാം. ഇപ്പൊ US ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയ താരിഫ്, അങ്ങനെ പല രാജ്യങ്ങളുടെ മുകളിലും പലരും ചുമത്തുന്ന താരിഫുകളൊക്കെ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കാറുണ്ട്. മറ്റൊന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് മോഡാണ്. ഇത് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രധാനമായിട്ടും റോഡും റെയിലും ആണ്. എന്നാൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എയർ വേണം, അതല്ലെങ്കിൽ സീ ഫ്ലൈറ്റ്, കപ്പലിലൂടെയോ വിമാനത്തിലൂടെയോ ആണ് നിങ്ങൾക്ക് ഗുഡ്സ് എന്ത് ചെയ്യാൻ, എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡെലിവറി ടൈമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും കൺസംഷൻ പ്ലേസിലോട്ട് എത്താം ഷോർട്ടർ ടൈം മതി, വളരെ പെട്ടെന്ന് എത്താം. എന്നാൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ ലോങ്ങർ ഡ്യൂ ടു കസ്റ്റംസ് ആൻഡ് ട്രാൻസിറ്റ് ഡിലേസ്. നമുക്ക് കസ്റ്റംസ് അഥവാ കസ്റ്റം ഡിലേ വരാൻ ചാൻസ് ഉണ്ട്, ട്രാൻസിറ്റ് ഡിലേസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം റെഡ് സീ ഷിപ്പിംഗ് ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ യുദ്ധങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഗുഡ്സ് നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലോട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ഓപ്പറേഷനിലാണ്, അല്ലാണ്ട് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് ഓപ്പറേഷനിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം സെക്കൻഡ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. തേർഡ് മൊഡ്യൂളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.